എറണാകുളം മരട് നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിലർമാരുടെ പ്രതിഷേധം. കുടിവെള്ള ലോറികൾ തടഞ്ഞായിരുന്നു പ്രതിഷേധം. ആവശ്യം അംഗീകരിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാൻ. ആര്യ, എപ്പോൾ മുതലാണ് കുടിവെള്ളം മുടങ്ങി തുടങ്ങിയത്? പ്രതിഷേധം പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം തന്നെ അധികൃതർ എന്തുറപ്പാണ് നൽകിയിരിക്കുന്നത്? അനീഷ, മരട് നഗരസഭയിലെ കുടിവെള്ളക്ഷാമം ദിവസങ്ങളായി തുടരുക തന്നെയായിരുന്നു. മുന്നേയും ഈ ഒരു കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നു. നിരവധി പ്രതിഷേധങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇതിന് പരിഹാരമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇന്ന് 4:30 കൂടി തന്നെ കൗൺസിലർമാരുടെ നഗരസഭാ ചെയർപേഴ്സണായ അജിത നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുകയുണ്ടായത്. തുടർന്ന് കുടിവെള്ള ലോറികൾ തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. കുടിവെള്ളക്ഷാമം അവസാനിപ്പിക്കുന്നത് വരെ സമരം തുടരുമെന്നായിരുന്നു അജിത നന്ദകുമാർ നേരത്തെ വ്യക്തമാക്കിയത്. 14 MLD വെള്ളമാണ് ആവശ്യമുള്ളത്. അത് എന്തായാലും കൃത്യമായി നൽകുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. എല്ലാ ഡിവിഷനുകളിലും വെള്ളം എത്തിക്കുമെന്നത് AXCയുടെ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ സമരം ഒരു 8:30 കൂടി തന്നെ അവസാനിപ്പിച്ചത്. ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മരട് നഗരസഭയിലെ കൗൺസിലറുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വാട്ടർ ടാങ്ക്, നമ്മുടെ 16 MLT അവർ ഇന്നും നാളെയായിട്ട് ഫുൾ തരും. അതേപോലെ തന്നെ പുറത്തേക്കുള്ള വെള്ളം, നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യത എല്ലാ ഡിവിഷനിലും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പുറത്തേക്ക് വെള്ളം കൊടുക്കുകയുള്ളൂ. ഇനി ഏതെങ്കിലും ഡിവിഷനിൽ വെള്ളം കയറാത്തുണ്ടെങ്കിൽ അവർ ടാങ്കർ ലോറിയിൽ, മരട് നഗരസഭയുടെ ടാങ്കർ ലോറിയിൽ മാത്രം വെള്ളം തരാമെന്നാണ് AXC സമ്മതിച്ചിരിക്കുന്നത്. മിസ്സിസ് ഉഷയാണ് AXC. അവരുടെ വാക്കാലാണ് സമ്മതിച്ചിരിക്കുന്നത്. ആ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു.